ഒരു ബിസിനസ്സുകാരൻ തൻ്റെ കമ്പനിയിൽ നിന്ന് എപ്പോഴൊക്കെ എത്രയൊക്കെ പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യുന്നത്. അത് രണ്ട് വിഭാഗം ആളുകളാണ് ബിസിനസ്സിൽ പൊതുവെ ഉണ്ടാവുക. ഒന്ന്, നാളൊരു കമ്പനി പോയപ്പോൾ ആ കമ്പനിയിൽ ഏകദേശം ഒരു മാസത്തിൽ 1 കോടി രൂപയോളം ലാഭമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 3 പാർട്ട്നേഴ്സും ഇരുന്നിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പെർസെൻറ്റേജ് അനുസരിച്ച് എല്ലാ മാസവും വന്ന ലാഭം മുഴുവൻ എടുത്തു കൊണ്ടുപോകണം. കമ്പനിയുടെ 6 മാസത്തെ ഓപ്പറേഷണൽ കോസ്റ്റ് അവിടെ നിൽക്കട്ടെ, 1 മാസത്തെ ഓപ്പറേഷണൽ കോസ്റ്റ് പോലും ബാക്കിയില്ലാതെ കമ്പനിയെ കൊള്ളയടിച്ച് കൊണ്ടുപോകണം. ബേസിക്കലി ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു മരമാണ്. അതിനും വെള്ളവും വളമൊക്കെ ഒഴിച്ചു കൊടുത്താലേ അത് വളരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത വർഷം ഫ്രൂട്ട് തരാൻ മരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊള്ളയടിക്കുന്നതും ശരിയല്ല. മറ്റൊരു വിഭാഗം എവിടെയെന്ന് വെച്ചാൽ, കമ്പനി നമ്മൾ തന്നെയാണല്ലോ, ലാഭം മുഴുവൻ നമ്മൾ തന്നെയാണല്ലോ, പിന്നെ ഇപ്പം എന്തിനാണ് നമ്മൾ സാലറി എടുക്കുന്നത്, അതല്ലെങ്കിൽ നമ്മളെന്തിനാണ് കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് എടുക്കുന്നത്. അതിങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്ത് ഷോപ്പുകളുടെ എണ്ണവും വരുമാനവും കൂടട്ടെ എന്ന് വിചാരിച്ച് തീരെ എടുക്കാത്തവരുണ്ട്. അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. ഒരു ബിസിനസ്മാന് ഒരു കമ്പനിയിൽ നിന്ന് 2 തരം വരുമാനം ഉണ്ടാവും. ഒന്ന്, അവൻ ഫുൾ ടൈം അതിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിന് ഒരു സാലറി ഉണ്ടാവും. അത് അവൻ്റെ ലാഭമല്ല, സാലറിയാണ്. അവൻ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനുള്ള അപ്പോൾ ഒരു മാന്യമായിട്ടുള്ള സാലറി എല്ലാ മാസവും കറക്റ്റായിട്ട് സാലറി അക്കൗണ്ടിലേക്ക് എഴുതി വാങ്ങണം. ഒന്ന്. രണ്ടാമത്തേത്, വർഷം കണക്ക് കൂട്ടുമ്പോൾ ലാഭം ഉണ്ടാവും മക്കളെ മൊത്തം അടിച്ചു മാറ്റണ്ട കേട്ടോ. ഒരു മാക്സിമം ഒരു 50% വരെയൊക്കെ നിങ്ങൾ പാർട്ട്നേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളൂ. ബാക്കിയുള്ള 50% ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയും മാർക്കറ്റിങ്ങിനും സെയിൽസിനും ഗ്രോ ചെയ്യാനും വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ കമ്പനി വളരുള്ളൂ. അതായത് ഈ വർഷം 10 കോടിയുള്ള കമ്പനി അടുത്ത വർഷം 20 കോടി ആവണമെങ്കിൽ ഈ വർഷം കിട്ടിയ ലാഭത്തിൻ്റെ പകുതി എന്ത് ചെയ്യണം? ഇവിടെ റീഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് വളരെ എടുത്തു. അല്ലെങ്കിൽ നമ്മൾ മെല്ലെ മുരടിച്ചില്ലാതാവും. പക്ഷേ തീരെ എടുക്കാതിരിക്കാനും പാടില്ല, കമ്പനിയെ കൊള്ളയടിക്കാനും പാടില്ല.